10, 11, 12 വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഹലോ ഗായ്സ് എന്ന് പറയുമ്പോൾ ഇത് 2.5 മണിക്കൂറേ നിൽക്കുള്ളൂ. ഹലോ ഗായ്സ്, അപ്പോൾ ബുൾബാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഞാൻ പറയാം, കുറച്ച് ഗ്യാപ്പ് എടുത്തതിൻ്റെ ശേഷം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നല്ലേ. ഒന്നാമത് തന്നെ അഡ്മിഷൻ്റെ തിരക്കിലാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. അഡ്മിഷൻ കാര്യങ്ങളൊക്കെ മാഷാല്ലാ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറമെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനെൻ്റെ വ്ളോഗിങ് പരിപാടി കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോപ്രോൻ്റെ പിന്നാലെ ഇന്ന് കുറേ കാലമായി. ഏതാണ് നല്ലത്, ഏതാണ് ബെസ്റ്റ്, മീൻസ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ ഫണ്ടിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ അതിലേറെ ചെറിയ വേരിയൻ്റ് വലിയ വ്യത്യാസം ഉണ്ടോ ടോപ്പ് വേരിയൻറ്റിന് ആയിട്ട്, അതിനെക്കുറിച്ച് കമ്പാരിസൺ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ഇതിൻ്റെ പരിപാടി. അപ്പോൾ എന്തായാലും ഫൈനലി ഞാനൊന്നും എടുത്തു. ഏതാണെന്ന് വെച്ചാൽ ഗോപ്രോ ഹീറോ 13 ബ്ലാക്ക്, ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് 3 തരത്തിലൊക്കെ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. ആമസോണിൽ നിന്നാണ് ഞാൻ എടുത്തത്. അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റർ പാക്കോ എന്താ പറയുക കോംബോ ആയിട്ട് ഇങ്ങനെ എടുക്കാം. അതിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വരും. മൈക്ക് വരും, പിന്നെ എന്താ പറയുക ട്രൈപോഡ് കാര്യങ്ങളെല്ലാം വരും. നമ്മൾ കൊടുത്ത് ഓൾറെഡി മൈക്കും ട്രൈപോഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയില്ല. അതും നല്ല പ്രൈസ് വ്യത്യാസമുണ്ട്. ഇത് നോർമലി സെപ്പറേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് പ്രൈസ് ഞാൻ മേടിച്ചത് 34 സംതിങ്, 34,900 സംതിങ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ക്രിയേറ്റർ കോംബോക്ക് നമ്മൾ ഏകദേശം 59 57 അങ്ങനത്തെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെടുക്കുന്നത് വളരെ മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നി. കാരണം അതിൽ ഓരോ നല്ല സാധനങ്ങൾ, ഫുൾ ക്വാളിറ്റി സാധനങ്ങളാണ്. അതിൻ്റെ ഓരോ ഗാർഡും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതിൻ്റെ എല്ലാ ആക്സസറീസും കിട്ടും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ഈ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഇപ്പോൾ വീഡിയോ പിടിക്കുന്നത്. ഓക്കെ. പിന്നെ ഒന്നാമത് മൈക്ക് ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി. അത് ഞാൻ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒന്നുകൂടെ വീഡിയോ എടുക്കാനൊക്കെ ഒന്ന് ബാക്കൗട്ട് നിന്നത്. അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചതെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചാൽ കേട്ടോ. ഇത് ക്രിയേറ്റർ കോമ്പോയിൽ വരുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഇത് സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അൾട്രാ വരുന്നുണ്ട്, എക്സ്ട്രീം വരുന്നുണ്ട്, എക്സ്ട്രീം പ്രോ വരുന്നുണ്ട്. ഇത് ക്യാമറയ്ക്കൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം എടുക്കുന്നത് നല്ലത്. എക്സ്ട്രീം പ്രോൻ്റെ ആവശ്യമില്ല. ഞാൻ കമ്പയർ ചെയ്ത് നോക്കി ഫീച്ചേഴ്സ് വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് നോർമൽ ആയിക്കാണ്ട് പ്രൈസ് വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തിനാ നമ്മൾ വെറുതെ അത്രയും പൈസ കൊടുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സ്ട്രീം എടുത്താൽ മതി, അത് ഓക്കെയാണ്. അൾട്രാ എടുത്താൽ ക്യാമറയിൽ ലാഗും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇവർ പറയുന്നത്. നമ്മൾ 4K 5K ഒക്കെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ നമുക്ക് ഒരു ലാഗ് വരും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല. ഇതാണ് നമ്മളെടുത്ത് 256 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് TB 1.5 TB ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ കേട്ടോ. അപ്പോൾ ഇതും സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്താ പറയുക ഗോപ്രോൻ്റെ കവർ, ഒരു എന്താ പറയുക റബ്ബറിൻ്റെ കവർ, സിലിക്കൺ കവർ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ മൗണ്ടിൽ വെക്കില്ല, നമ്മൾ ബൈക്കിൽ വെക്കുമ്പോൾ ഉള്ള ഒരു കേജില്ലേ, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. ഞാൻ കാണിച്ചു തരാം. ഇത് എത്തിയിട്ടുണ്ട്. പിന്നെ വലിയൊരു ബോക്സാണുള്ളത്. പിന്നെ ഈ ഒരു ബോക്സാണ്. ഈ ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി ആക്സസറീസും സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഹെൽമെറ്റും വെക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ, മൗണ്ടും, പിന്നെ എന്തൊക്കെയുണ്ട് ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യമായി തന്നെ പൊട്ടിക്കല്ലേ, ഇതേ നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീഡിയോട്ട് പോകാം. കുറേ കാലമായി, മീൻസ് ഞാൻ വിചാരിച്ചിട്ടില്ല ഗോപ്രൊക്കെ എടുത്താണ് വീഡിയോ ചെയ്യാൻ. ഞാൻ എന്തായാലും ട്രാവലിംഗ് വ്ളോഗൊക്കെ കാണാൻ പോവാം. ഓക്കെ. എന്തായാലും സപ്ലി ഉണ്ട്, കുറച്ച് എക്സാം തീർക്കാണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 6 മാസം, ഒരു വർഷം ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ട്രാവലിംഗ് ഒക്കെ ആവാമെന്ന് വിചാരിച്ചു. ഓക്കെ. അടുത്ത വർഷത്തേക്ക് അഡ്മിഷൻ പരിപാടി ഞാൻ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ നിങ്ങളോട് അറിയിക്കാം. പിന്നെ 2 സംഭവം വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കാർട്ടിലിട്ട് ഓർഡർ ചെയ്താണ് നമ്മൾ ക്യാമറ വന്നിട്ടുള്ളൂ കേട്ടോ. ക്യാമറൻ്റെ ബോക്സ് ഇത് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. അല്ലെങ്കിൽ ആദ്യം ക്യാമറ ആക്കണോ? ആദ്യം ക്യാമറ ആക്കാം. ക്യാമറ ആയാലും അതിൻ്റെ ആക്സസറീസ് മനസ്സിലാവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ 13 ബ്ലാക്ക്. മനസ്സിലായോ? ഇതാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ഞാൻ ഇത് ടോട്ടൽ ഇത് രണ്ടും കൂടി 37 സംതിങ് എന്താണ് കൊടുത്തു, 34,500 അങ്ങനെ തോന്നുന്നു. 35 ഇതിന്. റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഓപ്ഷനാണ്, എനിക്ക് പറ്റിയൊരു സംഭവമാണ്. നമ്മളെ റഫ്യൂസിനൊക്കെ ഇതാണ് നല്ലത്. പിന്നെ ഇനി അടുത്തിൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പോക്കറ്റ് 3 ഉണ്ട്, ഓസ്മോൻ്റെ DJI
ഓസ്മോ പോക്കറ്റ് 3 ഉണ്ട്, അതാണ് അടുത്ത. പക്ഷെ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 69 സംതിങ് എന്തുവാണ് തോന്നുന്നു. ഇതിപ്പോൾ ഇവിടെ പൊട്ടിക്കുക. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വെറൈറ്റി സംഭവങ്ങളൊക്കെ എടുക്കാം. ഞാൻ എന്തായാലും ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ഇൻഷാ അല്ലാ. ഫണ്ടൊക്കെ റെഡി ആക്കിയിട്ട് ആദ്യം കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്തിട്ട് പോകുന്നത്. നല്ലൊരു ഇതുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒന്നാമത് ഞാൻ ഇങ്ങനത്തെ ആക്സസറീസ് ഞാൻ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്യണം. ഇങ്ങനത്തെ കാണുന്നതൊക്കെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് കമ്പാരിസൺ ചെയ്യാറില്ല. ഇത് എങ്ങനെയാണ് ശരിക്കും വരല് ക്വാളിറ്റി. ഇതെന്തായാലും എനിക്ക് ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണ്, വീണാലൊന്നും പൊട്ടില്ല. അത് ആദ്യം തന്നെ ഇതിൽ കുറച്ച് എന്തൊക്കെയുണ്ട്, ഇതൊക്കെ വായിച്ചു നോക്കാനുള്ള സംഭവമാണ്. ഗോപ്രോൻ്റെ എന്തൊക്കെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ. പിന്നെ എന്താണ് നോക്കട്ടെ, ഇങ്ങനെ ഒരു ഇതാണ് വരിക. ആദ്യം നമുക്കൊരു മാനുവൽ ബുക്ക് തരുന്നുണ്ട് തോന്നുന്നു, കുറേ ക്വസ്റ്റ്യൻസും പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അതിൻ്റെ ശേഷം ഒരു ക്യാമറ. കണ്ടാ, ഇതാണ് നമ്മുടെ GoPro 13 Black. നമ്മൾ വീഡിയോസൊക്കെ ഇതിലെടുക്കും. നമ്മൾ ഇത് 10, 9, 10, 11, 12 വരുന്നുണ്ട് കേട്ടോ. പക്ഷെ 9, 10, 11 ഇത് വയർലെസ് മൈക്കൊന്നും കണക്റ്റ് ആവില്ല. നമ്മൾ സെപ്പറേറ്റ് ഇതൊക്കെ കൊടുക്കണം. ഇതിലൊക്കെ നമുക്ക് വയർലെസ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് മേടിച്ചു. ഞാൻ ആദ്യം മേടിച്ചു. എനിക്ക് 13ൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ഞാൻ നോക്കി, കാരണം ഇത്ര പൈസ എടുക്കണ്ടല്ലോ. 12ഓ 11ഓ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഇത് എടുക്കുന്നതാണ്. കുറച്ച് പൈസ കൊടുത്താൽ ഇത് എടുക്കുന്നതാണല്ലോ. ഒന്നിനൊന്നിന് മെച്ചതാണ്, മനസ്സിലായോ? മറ്റേലൊക്കെ ഒന്ന് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നോട്ട് വെക്കും, ഒന്ന് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്ത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ക്യാമറ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇത് ബോക്സിങ് തന്നെ അൺബോക്സിങ് തന്നെ കുറേ ഉണ്ടാവും. പിന്നെ ഇതെന്തോ കേബിള് C2C ഒരു കേബിൾ ഉണ്ട്. എന്താ കണക്റ്റ് ആക്കാൻ ചാർജ് കിട്ടണോ? ചാർജ് കേബിളല്ല, ആർക്കറിയാം. എന്തായാലും ഒരു മൗണ്ട് വരുന്നുണ്ട് കേട്ടോ. മൗണ്ട് അല്ല, ഇത് സ്റ്റിക്കർ. നമുക്ക് എവിടെയെങ്കിലും കുടുക്കി വെക്കാനുള്ള ഹെൽമെറ്റുമിലോ നമ്മൾ വണ്ടിമേലോ എവിടെയെങ്കിലും വെക്കാനുള്ള സംഭവം. ഇത് ഒന്നേ വരുന്നുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു സാധനം തന്നെ മേടിച്ചിട്ടുള്ളത്. ഒരു KG ക്ലാമ്പും പിന്നെ ബാറ്ററി തോന്നുന്നത് കേട്ടോ. ഒരു ബാറ്ററി. ഈ ബാറ്ററി നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഇത് 2.5 മണിക്കൂറേ നിൽക്കുള്ളൂ. നമ്മൾ 4Kയിലൊക്കെ നിർത്താതെ വീഡിയോ എടുക്കുകയാണെങ്കിൽ. ഒരു വ്ളോഗിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പം ഞാൻ വേറൊരു സാധനം ഇപ്പോൾ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കണം. നമ്മൾ എക്സ്ട്രാ 2 ബാറ്ററിയും അതിൻ്റെ ചാർജിങ് പോർട്ടൊക്കെ വരുന്നൊരു സംഭവം 7,999 8,000 വരുന്നുണ്ട്. അതും കൂടി മേടിച്ചാൽ ഈ GoProൻ്റെ കാര്യം നമുക്ക് ലോങ്ങൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് കണ്ടോ, ഇത് നമ്മളെ റൗണ്ട് ലൂസ് ക്ലാമ്പില്ലേ, ഇതിനൊക്കെ എന്തൊക്കെയാണ് പേരുണ്ട്. നമ്മൾ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് വേണ്ടാണ് നമുക്കറിയാത്തത്. ഓക്കെ, അപ്പോൾ ഈ സംഭവങ്ങളാണ് ഉള്ളത്. ക്യാമറ ഇതാണ്. ക്യാമറൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ, ഇതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വേറെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എപ്പോൾ മാറ്റി വെക്കാം, ഞാൻ അടുത്ത ദിക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ സമയമില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സാധനം ഇതാ പെട്ടി തന്നെ വന്നതാണ്. ഇതാണ് ഒരു കേജ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ പോകുമ്പോൾ നമ്മളിത് എല്ലാം കൂടി എടുത്ത് കൊണ്ടുപോകാൻ അറിയില്ല. പക്ഷെ എന്തായാലും നല്ലൊരു ബാഗ് ഉണ്ട്. നല്ല വേണം. ഇത് കുറേ സാധനമുണ്ട് പരിചയപ്പെടുത്തി തരാൻ. ഇതൊക്കെ എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അതിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എനിക്ക് കൊണ്ട് ഹെൽമെറ്റും വെക്കാനുള്ള സംഭവമാണ്. ഹെൽമെറ്റും നമുക്ക് ഇത് വെക്കാം. ഞാൻ എനിക്ക് അറിയുന്ന സംഭവങ്ങൾ മാത്രം പറഞ്ഞുതരാം. ഇത് നമ്മൾ മറ്റേ കൈക്ക് പിടിക്കുന്ന എന്താണ് ഇതിന് പറയുക, എന്തൊരു സാധനം പറയും ഇതിന്. എന്തായാലും ആ സംഭവമാണിത്. നമ്മൾ ട്രൈപോഡ് പോലെ ഉപയോഗിക്കാൻ പറ്റണേ. കണ്ടോ, ഇതൊക്കെ എന്തൊക്കെ സ്ട്രാപ്പും. ഇതാണ് ഹെൽമെറ്റും ഇടുന്ന സാധനം. ഇതിങ്ങനെ തലമിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അതിന് ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ഇതിൽ ഇതെന്താ ക്ലാമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ നല്ല ക്വാളിറ്റി ബാഗും കവറും. ഇതാണ് ആ ക്ലാമ്പും അതിൻ്റെ മൗണ്ടും നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടത്. ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പറഞ്ഞുതരാൻ പറ്റും മൊത്തത്തിൽ. എന്തായാലും നിങ്ങൾക്ക് ക്യാമറ കാണിച്ചു തന്നില്ല. ഞാൻ ഇതന്നെ ഇതൊക്കെ നമ്മൾ മെമ്മറീസ് അല്ലേ. ഇനിയിപ്പോൾ കുറേ കാലം കഴിഞ്ഞാലും എനിക്ക് ഫസ്റ്റ് ആയിട്ട് വന്ന സാധനമൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് കാണാമല്ലോ, നമ്മളെങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്ത ഒരു സംഭവം. ഇതൊക്കെ
ഇത് വേറെ സാധനം എവിടേക്കോ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വെക്കുന്നുണ്ട്, ചെസ്റ്റിലിടുന്ന സംഭവമുണ്ട്, കുറേ ഉണ്ട്. ഇത് കുറേ ഇതതിനുള്ള സ്റ്റിക്കേഴ്സ് കേട്ടോ. ഓരോരുത്തർ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റിക്കർ വെച്ചുകൊണ്ട് അതിനെ ഒട്ടിക്കുന്ന പരിപാടിയാണ്. ഇത് വേറെ സാധനം കയ്യിൽ വെച്ചുകൊണ്ട് ബ്ലോഗൊക്കെ എടുത്ത് ഹലോ ഗായ്സ് എന്ന് പറഞ്ഞുകൂടെ ആ സംഭവം. ഇതൊന്നും ചെസ്റ്റ് മടുന്ന സാധനം. ഓക്കെ, ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ തൊടുമ്പോൾ തന്നെ. ഇതൊക്കെ ഓരോ വെക്കുന്ന സ്ഥലം, ഇതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തു. ഇപ്പം തന്നെ 8 മിനിറ്റും കാര്യങ്ങളൊക്കെ ആയി, സമയം ഉണ്ടാവില്ല പറഞ്ഞുതരാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ബാഗിലുള്ളത്, മനസ്സിലായോ? വലിയ സംഭവം വലിയ യൂട്യൂബറായില്ലേ. ഇനിയുള്ളത് ഇതിലാണ് ഞാൻ മറ്റേ സാധനം ഇവിടെ കത്തി ഇതിലാണ് ഞാൻ ഇതിൻ്റെ സ്കിന്നുണ്ട് മറ്റുണ്ട് പറഞ്ഞില്ലേ, 2 ഐറ്റം. ഒന്ന് കേസും ഒന്ന് സ്കിന്നുമാണ്. ഞാൻ കാണിച്ചു തരാം. ചെലവാണ് കേട്ടോ, ചെലവാണ്. ഫസ്റ്റ് ഇപ്പോൾ ഒരിക്കലും ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, മീൻസ് അടുത്തെവിടെയും, പിന്നെ മേഘാലയോ അല്ലെങ്കിൽ നേപ്പാളോ ഒരിക്കലും പോകണമെന്ന് വിചാരിക്കണ്ടേ. കുറച്ച് പൈസ ചിലവുണ്ടല്ലോ, നമുക്ക് അറിയില്ല പുറത്തൊക്കെ പോകണമെന്നുള്ള വിഷയം. എൻ്റെ സാധനം ഉണ്ട് കേട്ടോ. ഇതാണ് ഒന്ന് ആ ബ്ലാക്ക് കേസ്, ഗോപ്രോ ഇതിൻ്റെ അകത്താണ് കേട്ടോ. ഇത് ഇട്ടതിന് ശേഷം എന്താ അത് സ്ക്രീൻ ഗാർഡാട്ടോ ഇതിൻ്റെ, നമ്മൾ ഇതിന് യൂസ് ചെയ്യും ഗോപ്രോന് ഇടാനുള്ള. അപ്പോൾ ഇതാണ് മറ്റേ കേസ്. ഞാൻ ട്രാൻസ്പെറൻറ്റ് ഉള്ള സംഭവം എന്ന് പറഞ്ഞില്ലേ, മൗണ്ടിൽ ഫിറ്റ് ചെയ്യാനുള്ള ഈ ഉഷാറ് സാധനം പൊളിച്ച് കണ്ടോ. ഇതാണ് നമ്മൾ വണ്ടിമ്മ ഫിറ്റ് ചെയ്യുക. ഇത് കേസ് ഇട്ടുകാണ്ട് ഈ കേസ് ഇട്ടുകാണ്ട് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യും. കറക്റ്റ് ഫിറ്റ് എന്തായാലും ഇതൊക്കെ ഇട്ടുകാണ്ട് ഇതിൽ കൊള്ളുന്നൊന്നും അറിയില്ല, എന്തായാലും ഒക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. ഏത് ഗോപ്രോ ബ്ലാക്ക് 3 അല്ല 13. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഫിറ്റ് ചെയ്തൊരു സംഭവങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് കുറച്ച് ഷോർട്ടൊക്കെ എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം, എങ്ങനെയുണ്ട് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ. ഓക്കെ, നല്ല സാധനം തന്നെയാണ്. നമുക്ക് മുക്കാ ഭാഗം നമുക്ക് ഈ പറഞ്ഞ ChatGPT ഗൂഗിളും റിവ്യൂസും യൂട്യൂബൊക്കെ വെച്ച് നമുക്ക് അറിയാൻ പറ്റും. എന്നാലും പേഴ്സണൽ റിവ്യൂ എന്നുള്ള നിലയ്ക്ക് ഞാനും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് വരുന്ന വരെ എല്ലാവരും അക്കൗണ്ട് ഇനി എല്ലാ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചോളൂ. ഇനി എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അഡ്മിഷൻ റിലേറ്റഡ് മാത്രമല്ല, പുറത്തൊക്കെ എൻ്റെ പേഴ്സണൽ കണ്ടന്റ് കാര്യങ്ങൾ, വ്ലോഗിങ് പരിപാടിയൊക്കെ വരും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.